ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തിലാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു പുരാവസ്തു മ്യൂസിയമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പുരാവസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ വടക്കേ സ്റ്റാൻഡ് എന്നറിയപ്പെടുന്ന ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ്. കൊച്ചി രാജവംശത്തിന്റെ കേന്ദ്രം 18-ാം നൂറ്റാണ്ടിൽ 1790 മുതൽ 1805 വരെ കൊച്ചി രാജവംശമായിരുന്ന രാമവർമ്മ തമ്പുരാനാണ്, അതായത് ശക്തൻ തമ്പുരാൻ, ഈ കൊട്ടാരം ഇപ്പോഴത്തെ രീതിയിൽ പുനർനിർമ്മിച്ചത്. തൃശ്ശൂരിനെ ഇന്നത്തെ സാംസ്കാരിക തലസ്ഥാനമാക്കിയതും ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ആരംഭിച്ചതും ശക്തൻ തമ്പുരാനാണ്. കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം ആറാട്ടുപുഴ പൂരമായിരുന്നു. അന്നേ ദിവസത്തെ കനത്ത മഴ കാരണം തൃശ്ശൂരിൽ നിന്നുള്ള സംഘത്തിന് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ സമയത്തിന് ആറാട്ടുപുഴയിൽ എത്താൻ കഴിഞ്ഞില്ല. വൈകി എത്തിയെന്ന കാരണത്താൽ അവരെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാതെ ഭ്രഷ്ട് കൽപ്പിച്ചു. അപമാനിതരായി മടങ്ങിയെത്തിയ സംഘത്തിന്റെ വിഷമം കണ്ട ശക്തൻ തമ്പുരാൻ, എന്നാൽ പിന്നെ നമുക്ക് തൃശ്ശൂരിൽ ഇതിലും വലിയൊരു പൂരം നടത്താം. അങ്ങനെ 1797 വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം തൃശ്ശൂർ പൂരം ആരംഭിച്ചു. ജാതിമത വേർതിരിവുകളും അതീതമായി ജനങ്ങളെ ഒന്നിച്ചു നയിച്ച വലിയ വിപ്ലവം കൂടിയായിരുന്നു അത്. അങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഉത്ഭവമെന്ന് പുരാണങ്ങൾ ഇന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.